ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 1 ശ്ലോകം 1. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവുമാണ് ഒന്നാമത്തെ ദശകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. ആദ്യം ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. സാന്ദ്ര ആനന്ദ അവബോധം. ആനന്ദം, സന്തോഷം, സുഖം, ശാന്തി. ആ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് സകലരും പരക്കം പായുന്നത്, അന്വേഷിക്കുന്നത്. ആ ആനന്ദം സാധാരണ ചെറിയ ചെറിയ ആനന്ദമല്ല, ഏറ്റവും പരമാനന്ദ സച്ചിദാനന്ദം. ആനന്ദവും അവബോധവും. അവബോധം ജ്ഞാനം, എന്തുണ്ടായാലാണ് മറ്റൊന്നും വേണ്ടാത്തത്, ആ ജ്ഞാനം. അത് രണ്ടും കൂടിയിട്ട് സത്തായി സാന്ദ്രമായി നിൽക്കുകയാണ്. സാന്ദ്രം എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ചിട്ട്. ഇപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളത്തിന് രൂപമില്ല, പക്ഷേ അത് തണുപ്പ് കൊണ്ട് മഞ്ഞാകുമ്പോൾ അതിന് രൂപം ഉണ്ടാവുമല്ലോ. അതേപോലെ ഭക്തന്മാരുടെ ഭക്തിയുടെ തണുപ്പ് കൊണ്ട് ആ നിരാകാരമായിട്ടുള്ള ആനന്ദവും ജ്ഞാനവും ഒരുപോലെ കട്ട പിടിച്ചിട്ടാണ് അവിടെ ഭഗവത് വിഗ്രഹമായിട്ട് ശോഭിക്കുന്നത്. ഇത് അനുപമിതമാണ്. ഇത് മറ്റൊന്ന് പോലെ, അതുപോലെയാണ് ഇതെന്ന് പറയാൻ സാധിക്കില്ല. മറ്റൊന്നിനോടും ഉപമിക്കാൻ പറ്റിയ ഒരു വസ്തു ഇല്ല. പിന്നെ എങ്ങനെയാണ് അതുപോലെയാണെന്ന് പറയാനാവുക ഗുരുവായൂരപ്പനെ? കാലദേശാവധിഭ്യാം നിർമുക്തം. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അവധി അല്ലെങ്കിൽ അതിരുകളൊന്നും ഇതിനെ ബാധിക്കില്ല. നമ്മളുടെയൊക്കെ ജീവിതം ഇത്ര കാലം ഇന്ന ദേശത്ത് എന്നൊക്കെ ഉണ്ടല്ലോ. ഗുരുവായൂരപ്പൻ്റെ അങ്ങനെയില്ല. കാലത്തിനോ ദേശത്തിനോ യാതൊരു അവധിയും അതിന് വയ്ക്കാനില്ല, അതിരുകളില്ല. കാലം കഴിയുന്തോറും ആ മഹിമ സകല ദേശത്തെയും കടന്ന് സകല കാലത്തെയും കടന്ന് ഉയർന്നു വരിക തന്നെയാണ്. വെയിലത്തായാലും മഞ്ഞത്തായാലും മഴയത്തായാലും ഒട്ടും കുറയാതെ എല്ലാ ദേശത്തും എല്ലാ കാലത്തും ആ മാഹാത്മ്യം വലുതായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. നിത്യമുക്തം, എല്ലാത്തിൽ നിന്നും മുക്തമാണ്, ഒന്നിനോടും കലരാതെ. മായ എന്ന വസ്തു അല്പം പോലും ഇല്ലാതെ ശാശ്വതമായിട്ടുള്ള സത്യമായിട്ട്. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ശതസഹസ്രേണ നിഗമവാക്യങ്ങളാൽ, നിഗമം വേദം, വേദവാക്യങ്ങൾ കൊണ്ടും ഉപനിഷത്തുകൾ കൊണ്ടും ഒക്കെ ഘോഷിക്കപ്പെട്ടിട്ടുള്ളതാണ്, ഉദ്ഘോഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അസ്പഷ്ടാണത്. സാന്ദ്രമായിട്ടുള്ള ഈ ആനന്ദത്തിനെയും അറിവിനെയും നമുക്ക് വാക്കുകൾ കൊണ്ട് സ്പഷ്ടമാക്കാനാവില്ല. അതിനെ വ്യക്തമാക്കാനായിട്ട് മനസ്സോ വാക്കോ പോരാ. നൂറുകണക്കിന് ആയിരക്കണക്കിന് വേദവാക്യങ്ങളാൽ പറഞ്ഞിട്ടും അത് ഇപ്പോഴും അസ്പഷ്ടമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം. കാണുന്ന നിമിഷമോ അത് ഏറ്റവും വലിയ പുരുഷാർത്ഥം നൽകുന്നതാണ്. എന്താ പുരുഷാർത്ഥങ്ങൾ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ ഈ മോക്ഷം നേടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് മോക്ഷമാണ്. അത് ഒന്ന് കാണുമ്പോഴേക്കും പരമമായ പുരുഷാർത്ഥം കിട്ടും, മോക്ഷം കിട്ടുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ അതിനെ കാണുമ്പോൾ സാക്ഷാൽ ബ്രഹ്മതത്വം, കാലത്തിൻ്റെ സ്വാധീനമൊന്നും ബാധിക്കാത്ത പരമാർത്ഥത്തിലുള്ള ബ്രഹ്മം എന്താണ്? ബ്രഹ്മം, ഭഗവാൻ, പരമാത്മാവ് എന്നൊക്കെ പറയുന്ന ആ വസ്തു അവിടെ ഘനീഭവിച്ച് നിൽക്കുന്നതാണ്. ആ ബ്രഹ്മതത്വമാണ് ഗുരുവായൂരിൽ നിൽക്കുന്നത്. അത് ഭക്തഹൃദയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാനേ സാധിക്കുള്ളൂ.
ആ ബ്രഹ്മതത്വം ഇതാ താവത്. തത്ത് എന്ന് പറയുന്നത് ആ ബ്രഹ്മതത്വം, ആ ബ്രഹ്മം തന്നെ, ഭഗവാൻ തന്നെ, പരമാത്മാവ് തന്നെ. താവത് ഇതാ ഇവിടെ എൻ്റെ മുന്നിൽ ഈ ഗുരുവായൂരമ്പലത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള ശോഭയോടുകൂടി ഭാതി, വിളങ്ങുന്നു, പ്രകാശിക്കുന്നു. സകല ചരാചരങ്ങളുടെയും ചൈതന്യം നൽകുന്ന സത്തായിട്ടുള്ള ഭഗവാനായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് എൻ്റെ മുന്നിൽ ഈ ഗുരുവായൂരമ്പലത്തിൽ ഇരിക്കുന്നത്. ഹന്തഭാഗ്യം ജനാനം, ഇവിടെയുള്ള സകലരുടെയും ഭാഗ്യം തന്നെയാണ് ഇങ്ങനെ ഒരു വിഗ്രഹം ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഗുരുവായൂരമ്പലത്തിലെ ആ വിഗ്രഹത്തിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. നമുക്ക് ഗുരുവായൂരെത്താൻ പറ്റുന്നില്ല എങ്കിലോ നമ്മുടെയൊക്കെ ഉള്ളിലും കൃഷ്ണൻ വന്ന് നിറഞ്ഞു നിൽക്കും. ഇതേപോലെ തന്നെ ബ്രഹ്മതത്വമായിട്ട്. അതിന് ഭക്തി വേണം, വിശ്വാസം വേണം, വേറെ യാതൊരു ചെലവുമില്ല, ഇന്ന സമയത്ത് ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്നിട്ടും ധ്യാനിക്കുമ്പോൾ ആ രൂപം നമ്മളുടെ ഹൃദയത്തിൽ തെളിയും. അതാണ് ഗുരുവായൂപുരം എന്നതിന് നമ്മളുടെ ശരീരം എന്നും അർത്ഥമുണ്ട്. വായു ആണല്ലോ അതിൽ പ്രധാനം. വായു പോയാൽ, കാറ്റ് പോയാൽ ഇല്ലാതാവില്ലേ? പഞ്ചപ്രാണങ്ങൾ കൊണ്ടാണ് ഈ ജീവൻ നിലനിൽക്കുന്നത് തന്നെ. അതിൽ ആ ഹൃദയത്തിൽ, ആധ്യാത്മികമായിട്ടുള്ള ഹൃദയത്തിൽ ആ ബ്രഹ്മതത്വം സദാ വിളങ്ങുന്നുണ്ട്. അതിനും കാലോ ദേശോ ഒന്നും ഇല്ല. എപ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ധ്യാനാവസ്ഥയിൽ നമ്മളുടെ ഹൃദയത്തിൽ തന്നെ ആ ഗുരുവായൂരപ്പനെ കാണാം. അങ്ങനെ കാണാനും അറിയാനും സാധിക്കുന്നവർ ഹന്തഭാഗ്യം, തീർച്ചയായിട്ടും ഭാഗ്യമുള്ളവരാണ് എന്നും ഇതിന് അർത്ഥമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് വളരെ സന്തോഷമായി എന്നല്ലേ. അപ്പോൾ എന്താ കാരണം? ബ്രഹ്മ അവലോകധിഷണ ഉള്ള ജീവികളാണ്. 84 ലക്ഷം തരം സ്പീഷീസുകളുള്ളതിൽ മനുഷ്യന്മാർക്ക് മാത്രമേ ഈ ബ്രഹ്മം എന്താണ് എന്ന് അറിയാനുള്ള ബുദ്ധി നൽകിയിട്ടുള്ളൂ, വിശേഷ ബുദ്ധിയുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രഹ്മതത്വം നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്. അന്വേഷിച്ചാൽ പിടിക്കാവുന്ന അത്രയും അടുത്തായിട്ടുണ്ട്. പിന്നെ സാക്ഷാൽ പരബ്രഹ്മമായിട്ട് ഗുരുവായൂരമ്പലത്തിൽ ശോഭിക്കുന്ന ആ വിഗ്രഹത്തിനും ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. ദ്വാപരയുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്നതാണ്. പാതാളാഞ്ജന വിഗ്രഹമാണ്. പ്രളയത്തിൽ ദ്വാരക മുങ്ങുമ്പോൾ ഭഗവാൻ അത് ഉദ്ധവരെ ഏൽപ്പിച്ചതാണ്. ഉദ്ധവരത് ദേവഗുരുവിന് നൽകി. അദ്ദേഹം എങ്ങും സഞ്ചരിക്കുന്ന എല്ലാവരുടെയും പ്രാണനായിട്ടുള്ള വായുവും കൂടി ചേർന്ന് ഗുരുവായൂർ എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു എന്നൊക്കെ ഐതിഹ്യമുണ്ട്. അത്ര മാഹാത്മ്യമായിട്ടുള്ള ആ വിഗ്രഹം പരബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ ബ്രഹ്മതത്വം തന്നെയാണ്. ഈ കലികാലത്ത് ജനങ്ങളുടെ മഹാഭാഗ്യമാണത്. ദൃഷ്ടമാത്രേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ നടക്കിൽ നിന്ന് കണ്ടു, അപ്പം ബ്രഹ്മതത്വം കിട്ടിയെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഭഗവാൻ നമ്മളെ കാണണം. നമ്മളുടെ ഭക്തി പാകമായാൽ ഭഗവാന്റെ കരുണാകടാക്ഷം നമ്മളിലേക്ക് എത്തും. അപ്പോഴാണ് പുനരൊരു പുരുഷാർത്ഥാത്മകം മോക്ഷം നമ്മൾക്ക് കിട്ടുന്നത്. മരിച്ചു കഴിയുമ്പോഴല്ല മോക്ഷം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തൻ എന്ന ആ അവസ്ഥ, എപ്പോഴും ശാന്തിയും ആനന്ദവും അനുഭവിക്കുന്ന ആ അവസ്ഥ കിട്ടും. അമ്പലത്തിൽ പോയാൽ കൂടുതൽ എളുപ്പത്തിൽ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളും ആ ഭക്തി കൊണ്ട് വലയം ചെയ്യപ്പെടും. ചെവിയിൽ അവിടുത്തെ നാമജപവും വാദ്യവും പഞ്ചവാദ്യങ്ങളും ശിവേലിയുടെ വാദ്യവും ഒക്കെ ഇങ്ങനെ കേൾക്കാം. ത്വക്കിലോ അവിടുത്തെ ഒരു ഇളം കാറ്റുണ്ട്. അതുപോലെ തീർത്ഥം ശരീരത്തിൽ തൊടുമ്പോൾ, പ്രസാദം തൊടുമ്പോൾ ഒക്കെ തൊലിക്കും ആ ആനന്ദം അനുഭവിക്കാം. അവിടുത്തെ കളഭത്തിൻ്റെയും തുളസിയുടെയും ചന്ദനത്തിൻ്റെയും ഒക്കെ ആ സുഗന്ധം നമ്മളുടെ മൂക്കിനും, നാമജപം ജപിച്ച് നാവിനും, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ ഏറ്റവും സന്തോഷിക്കും. പിന്നെ ഈ കഠിനമായിട്ടുള്ള സംസ്കൃത ശ്ലോകങ്ങൾ പലതും കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അർത്ഥമറിയാതെ, സന്ധി സമാസം എവിടെ പിരിക്കണം എന്നറിയാതെ മുഴുവനും അക്ഷരത്തെറ്റോടെ വായിച്ചാൽ പാപമുണ്ടോ? ഉത്തരം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. സവാഗ് വിസർഗോ ജനദാഘ സംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യഭി
നാമാനി അനന്തശ്ച യശോങ്കിതാനി യ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാന്നാണ്. ഓരോ വാക്കിലും അക്ഷരം തെറ്റിക്കോട്ടെ, ഭക്തി ഉണ്ടായാൽ മാത്രം മതി, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഒട്ടും ആശങ്ക വേണ്ട എന്നാണ്. സുധാമാവ് ഭഗവാൻ അവിലെങ്ങനെയാണ് കൊടുത്തത്? ചേറിക്കൊഴിച്ച് വൃത്തിയാക്കി ഉണക്കി. അങ്ങനെയുള്ള അവിലൊന്നും അല്ലല്ലോ, കല്ലും നെല്ലും പതിരും ഒക്കെ നിറഞ്ഞിട്ടുള്ള അവിലാണ്. ഭഗവാൻ എത്ര സന്തോഷത്തോടെയാണ് അത് വാങ്ങിയത്. അതാണ്, ആ ഭക്തി ഉണ്ടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.